ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് മുമ്പിലാണ്. അതായത് നമ്മുടെ യെല്ലോ ടെഡി ബെർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ് പോവാണ്. നമ്മളിപ്പോൾ നാട്ടിൽ പോയ ശേഷം ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തായ്ലാൻഡിൽ പോയിരുന്നു, മലേഷ്യയിൽ പോയിരുന്നു, മാൽഡീവ്സിൽ പോയിരുന്നു, ഒക്കെ നാട്ടിൽ പോയ ശേഷമാണ് ഖത്തറിൽ, അതായത് പ്രവാസിയായി ജീവിക്കുന്ന രാജ്യത്ത് നിന്നും ഒരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അത് എങ്ങോട്ടേക്കാണെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട്, ഖത്തറിൻ്റെ എയർപോർട്ടിൻ്റെ ഐക്കോണിക്കായ യെല്ലോ ടെഡി ബെറിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ യാത്ര പോകുന്നത് നേരെ ഈജിപ്ത് കൈറോയിലൊക്കെയാണ്. ഒരു ആഫ്രിക്കൻ കൺട്രി, അല്ലെങ്കിൽ ആഫ്രിക്കയും ഏഷ്യയുമായി കണക്ട് ചെയ്യുന്ന ഈജിപ്ത് രാജ്യത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് ഇസ്ലാമികപരമായിട്ടും ചരിത്രപരമായിട്ടും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. ഒരു 9 ദിവസത്തെ ട്രിപ്പാണ്. പക്ഷേ നേരിട്ട് ഡയറക്റ്റ് ഈജിപ്തിലൊക്കെയല്ല പോകുന്നത്. ഇന്നത്തെ ഫ്ലൈറ്റ് 10:30 മണിക്കാണ്. നേരെ പോകുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ നേരെ ഈജിപ്തിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ, അതായത് നമ്മുടെ ഖത്തർ ID റെസിഡൻസ് ഉള്ള ആൾക്കാർക്ക് ഈജിപ്തിലേക്ക് ഓൺ അറൈവൽ വിസയാണ്. കൂടാതെ ബഹ്റൈനിൽ നമ്മുടെ പ്രൊഫഷൻ നല്ലതാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. എൻ്റെ ഫ്ലൈറ്റ് 23 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ബഹ്റൈനിൽ സ്റ്റേ ചെയ്ത ശേഷം നാളെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് നേരെ ബഹ്റൈനിൽ നിന്ന് കൈറോയിലൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:45, 7 മണിക്ക് ഇവിടെ എത്തിയതാണ്. കൊണ്ടിലാണെങ്കിൽ നല്ല തിരക്ക്. ഗൾഫ് എയർ വഴിയാണ് പോകുന്നത്. അതായത് ബഹ്റൈൻ്റെ എയർലൈൻസ് ആണ് ഗൾഫ് എയർ. ആ ഒരു ഫ്ലൈറ്റ് എടുത്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബഹ്റൈൻ കണക്ഷനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഖത്തർ എയർപോർട്ടിൻ്റെ കാഴ്ചകളും അതിനുശേഷം നേരെ നമ്മുടെ ബഹ്റൈൻ എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 7 മണിക്ക് എയർപോർട്ടിലെത്തിയ ശേഷം 8:30 മണിക്കാണ് എൻ്റെ ബോർഡിംഗ് പാസ് കിട്ടിയത്. അതിനുശേഷം ഈ ഗേറ്റ് വഴി പോകാൻ നോക്കിയപ്പം അത് പറ്റിയില്ല. കാരണം നമ്മുടെ പാസ്പോർട്ട് പുതിയതാണ്. അപ്പം എൻ്റെ റിന്യൂ ചെയ്ത പാസ്പോർട്ടിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ഇൻ്റർനാഷണൽ ട്രാവലാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം എമിഗ്രേഷൻ വഴി നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു നേരെ പുറത്തിറങ്ങി. ഇപ്പം ബോർഡിംഗ് പാസ് വെച്ചിട്ട് A9 ആണ് എൻ്റെ ഗേറ്റ് വരുന്നത്. A, B അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ A9 ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുകൂടാതെ Cയും Dയും E ഒക്കെ ഉണ്ട്. വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ A9 ലക്ഷ്യമായിട്ട് പോകാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് ഡോളേഴ്സിലേക്ക് മാറ്റണം. ഖത്തർ റിയാൽ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം. ഈജിപ്തിൽ ഉപയോഗിക്കുന്നത് കറൻസി എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ പൗണ്ടാണ്. പക്ഷേ നമ്മൾ ഈജിപ്ഷ്യൻ പൗണ്ട് കയ്യിൽ കരുതുന്നില്ല. ഖത്തർ റിയാൽ മാറ്റിയിട്ട് US ഡോളറാക്കിയിട്ടാണ് കരുതുന്നത്. US ഡോളറാണ് ടൂറിസ്റ്റുകൾക്ക് ഈജിപ്തിൽ നമ്മൾ പോയാൽ തന്നെ അവർ പൗണ്ട് ചോദിക്കില്ല, ഡോളറാണ് ചോദിക്കുന്നതാണ് പോയ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു 1500 റിയാലിന് തുല്യമായിട്ടുള്ള ഒരു US ഡോളർ മാറ്റുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ തിരിച്ച് വന്നാൽ തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിൽ കറൻസി മാറ്റണമെങ്കിൽ തന്നെ ഈജിപ്ഷ്യൻ പൗണ്ട് നമുക്ക് മാറ്റി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ US ഡോളർ ആണെങ്കിൽ എവിടെ പോയാലും നമുക്ക് ഈക്വൽ റേറ്റ് നമുക്ക് കിട്ടും. ഇത് കറൻസി എക്സ്ചേഞ്ച് ലെഫ്റ്റ് എവിടെയുണ്ട് കറൻസി എക്സ്ചേഞ്ച്. ട്രാവലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കറൻസി എക്സ്ചേഞ്ചാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് 1500 റിയാൽ മാറ്റിയിട്ട് US ഡോളറിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ നേരത്തെ കണ്ട എക്സ്ചേഞ്ചിൽ പോയപ്പം US ഡോളർ എക്സ്ചേഞ്ചിന് 3% കമ്മീഷൻ അവർ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് എക്സ്ചേഞ്ചിലൊക്കെ പോയാൽ US ഡോളറൊക്കെ ഫിക്സ്ഡ് റേറ്റാണ്. 3.6465 ആ രീതിയിലാണ്. അപ്പോൾ ഇവർ പറഞ്ഞത് 3% കമ്മീഷൻ വേണം എയർപോർട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട്. പുറത്ത് ഞാൻ വരുന്നതിന് മുമ്പ് എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചിരുന്നു. 1-2 എക്സ്ചേഞ്ചിൽ അവരുടെ കയ്യിൽ US ഡോളർ ഇല്ല എന്നാണ് പറയുന്നത്. അധികം ആൾക്കാർ US ഡോളർ കൊടുക്കാറില്ല പുറത്ത്. അപ്പോൾ ഏതായാലും ആ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. 3% കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഖത്തറിൻ്റെയും ബഹ്റൈൻ്റെയും സമയങ്ങൾ ഈക്വലാണ്. നമ്മുടെ ഇപ്പം ഖത്തറിൽ 9 മണിയാണെങ്കിൽ ബഹ്റൈനിൽ 9 മണിയായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ഗൾഫ് എയർ രാത്രി 10:30 മണിക്കാണ് ഖത്തറിൽ. ഓക്കെ, ലാൻഡിങ് വന്നിട്ട് 11:20, അതായത് 1 മണിക്കൂർ പോലും ഇല്ല ഖത്തർ ടു ബഹ്റൈൻ. 50 മിനിറ്റാണ് ഖത്തർ ടു ബഹ്റൈൻ. അപ്പോൾ ഞാൻ രാത്രി 11:20 ബഹ്റൈനിലെത്തും. ഖത്തർ ടൈം അതേ സെയിം തന്നെയാണ്. 11:20 ആകുമ്പോഴത്തേക്ക് ഞാൻ ബഹ്റൈനിലെത്തും. ഖത്തറിനകത്ത് എയർപോർട്ടിൻ്റെ അകത്തുള്ള ഫോറസ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ Aയും Bയുമല്ല പോകേണ്ടത്. CDE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നല്ല C3, C5 അത്തരത്തിൽ അങ്ങോട്ടേക്ക് പോയാൽ, അതായത് ഇതിൻ്റെ മുകളിലോട്ട് പോയാൽ നമുക്ക് മെട്രോ ട്രെയിൻ കിട്ടും. ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഇവിടുന്ന് മേലോട്ട് പോയാൽ നമുക്ക് ആ ട്രെയിൻ പിടിച്ച് നമുക്ക് ഇവിടുത്തെ ഫോറസ്റ്റ്, എയർപോർട്ടിൻ്റെ അകത്തുള്ള ഫോറസ്റ്റ് കാണാൻ പറ്റും. ഇതും ട്രാവലെക്സിന് തന്നെയാണ്. നമുക്ക് ചോദിച്ചോക്കാം. എനിക്ക് തോന്നുന്നു 3% ഇവിടെയും കമ്മീഷൻ ചോദിക്കും. ഇനി അവിടെ നിന്ന് വെറുതെ തർക്കിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് ഇനി ഇവിടുന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഡോളറിലേക്ക്. അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ഫോറസ്റ്റ്, എയർപോർട്ടിനകത്തുള്ള ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ എക്സ്ചേഞ്ച് 3% ഇവരും കമ്മീഷൻ എടുത്ത്, അത് കൂടാതെ റേറ്റ് ഓൾറെഡി കുറവാണ്. നഷ്ടക്കച്ചവടമാണ് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നത്. 35 റിയാലോളം കമ്മീഷൻ, 3% കമ്മീഷൻ എടുത്തു. ഇപ്പോൾ സമയം 9:15 9:30 എൻ്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സമയമുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഖത്തറിലെ എയർപോർട്ടിൻ്റെ അകത്ത് ഫോറസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.
ആരുമില്ല, കാലിയാണ്. എവിടെയാണ് മറ്റേ ട്രെയിൻ വരാം. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം 1500 റിയാൽ, 1499 റിയാൽ, ഒരു റിയാൽ ബാക്കി തന്നു. അപ്പം $411 എനിക്ക് ശരിക്കും കിട്ടേണ്ടത് 364 വെച്ചിട്ട്. പക്ഷേ അവർ തന്നിരിക്കുന്നത് $393. അതായത് $18 വ്യത്യാസം. $1 364 വെച്ചിട്ട് $18 68.50 വ്യത്യാസം വരുന്നുണ്ട്. അതായത് 35 അവരുടെ കമ്മീഷനൊക്കെ അയച്ച് വീണ്ടും ഏകദേശം ഒരു 30 റിയാലോളം നഷ്ടക്കച്ചവടമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടല്ലോ ട്രെയിന്. ഇത് അങ്ങോട്ടേക്ക് പോകുന്നതാണോ? യെസ്, അങ്ങോട്ടേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. വേഗം കയറാം. കയറിയിരിക്കില്ല, വേറെ ഒന്നുമില്ല. അയ്യവ, അതെ, നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തുള്ള മെട്രോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ പോവാണ്. കാലയാണ്, ആരുമില്ല. 2-3 പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫും ഉണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറസ്റ്റ് കാണണമെങ്കിൽ ഗേറ്റ് നമ്പർ CDEയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. നമ്മളിപ്പോൾ അന്ന് തായ്ലാൻഡിൽ പോകുന്ന സമയത്ത്, നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഫോറസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ളത്, സമയമില്ല. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒന്ന് ഫോറസ്റ്റിനൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം നമുക്ക്. ഇതാണ് നമ്മുടെ ഖത്തറിൻ്റെ എയർപോർട്ട്. നമ്മൾ കാണുന്ന ചെറിയ എയർപോർട്ട് പോലെയല്ല, ഉള്ളിൽ വലിയൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മുടെ ഫോറസ്റ്റ് എത്തി, വെള്ളച്ചാട്ടമൊക്കെ എത്തി. വെളിച്ചം കുറവാണ്. അന്ന് ഞാൻ വന്ന സമയത്ത് പകൽ വെളിച്ചത്തിൽ നല്ല കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് ഇരുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ചെടികളും കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ ചെടിയാണ്. നമ്മൾ കോർണിഷിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ മരങ്ങളൊക്കെ ഒറിജിനലാണ്. മേലെ ഗ്ലാസ്സിലൂടെ സൂര്യപ്രകാശം വരും, താഴെ മണ്ണിന് വെള്ളവും മറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഒറിജിനൽ കോർണിഷ് പോലത്തെ ഒരു സ്ഥലം, മറ്റേ കാട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു അനുഭൂതി. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മുമ്പിലൊരു സ്ട്രീറ്റ് പിസ്സ എന്ന് പറഞ്ഞൊരു പിസ്സൻ്റെ ഷോപ്പുണ്ട് റൈറ്റ് സൈഡിൽ. അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. HIA-10 10 വർഷമായി നമ്മുടെ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടും തുടങ്ങിയിട്ടെന്ന് തോന്നുന്നു. ഈ ഒരു പുതിയ എയർപോർട്ട് HIA-10 എന്ന് കാണിച്ചിട്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടല്ലേ HIA-10. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ രാത്രി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ ഗേറ്റ് നമ്പർ C58 65 ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്കധികം സമയമില്ല. നമ്മുടെ നാട്ടിലെ വാഴയിലൊക്കെ ഇതാ, വാഴയില ഒറിജിനൽ സാധനം. മേലെ കണ്ടില്ലേ, ഒരു നടപ്പാതയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിട്ട് കേട്ടോ ഇങ്ങനെ കാണാൻ. ശരിക്കും നല്ലൊരു നടപ്പാതയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് ഇറങ്ങാണ്ടെന്ന് ഇങ്ങനെ മേലെ നിന്ന് ഒന്ന് നടന്നു നോക്കിയാലോ. അവിടെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറിയിട്ട് നടക്കണം. നല്ലതല്ല, എക്സസൈസാണ്. ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മേലിലൂടെ നടന്നിട്ട് നേരെ തിരിച്ച് നമ്മൾ വന്ന് അതേപോലെ തന്നെ എയർപോർട്ട് മെട്രോ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. അതേപോലത്തെ ചെറിയ ചെറിയ ഹഡൊക്കെ ഉണ്ടല്ലേ കിടന്നുറങ്ങാനായിട്ട്. അതായത് ലേ ഓവർ ഫ്ലൈറ്റൊക്കെ ഒരു 4-5 മണിക്കൂറൊക്കെ ടൈം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അത്രത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. അടിപൊളിയാണ്. നോക്കിയിട്ട് കാട്ടിലോട്ട് നടക്കുന്ന ഒരു അനുഭൂതി കേട്ടോ. പാമ്പാറ്റുണ്ടാവും ഇനി, എന്ത് രസമാണെന്നറിയോ. ഇതൊക്കെ സെയിം നമ്മളന്ന് കണ്ട പോലെ തന്നെ. ഇതൊക്കെ അതായത് ഒരുപാട് യൂറോപ്യൻസൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്. ഏതായാലും നമുക്ക് സ്റ്റെപ്പ് വഴി മേലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. നേരത്തെ കണ്ട പാലത്തിനുള്ളിട്ട് അതിലേക്കുള്ള വഴിയാണ് ഇവിടെ ഉള്ളത്. ആ വഴി നമുക്ക് നമുക്ക് മേലോട്ട് പോകാം. കാട്ടിലെ വാഴയല്ലേ എല്ലാം ഉണ്ട്. മോനെ, എയർപോർട്ടിനകത്ത് കാട്. നമ്മുടെ അഹമ്മദ് എയർപോർട്ട് കാട് പിടിച്ചേ. അയ്യോ, സ്റ്റെപ്പ് കയറി മേലെ എത്തിയിട്ടില്ലേ? എത്തി. മേലെ നിന്ന് നടന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളിയായിരിക്കുന്നു വിചാരിക്കുന്നു. ഇതേ കണ്ടില്ലേ? അയ്യോ, ഓക്കെ. ഇവിടെ കാട്, എയർപോർട്ടിനകത്തുള്ള കാട്. വാഹോ, എന്ത് ഭംഗിയാന്നൊക്കെ. ഇവിടേക്ക് ഖത്തർ ഡ്യൂട്ടി ഫ്രീയുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് സമയമില്ല, തിരിച്ച് പോകേണ്ട സമയമായി. ഞാനിങ്ങനെ തന്നെ തിരിച്ച് നടന്നിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഓ സൂപ്പർ, അടിപൊളി, വാവ്.
വന്ന വഴി മറക്കരുത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ വന്ന മെട്രോ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പോവാണ്. ഇപ്പോൾ സമയത്ത് 9:30 മണിയായി. ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ട സമയമായി. അപ്പോൾ അധികം സമയം കളയുന്നില്ല. കാരണം അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. A9 എൻ്റെ ഗേറ്റ് വരുന്നത്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് മെട്രോ പിടിച്ചിട്ട് നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തട്ടെ. ഒരു മെട്രോ വന്നിട്ടുണ്ട്. ഓടിക്കയറാം. നോർത്ത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 1 കയറി. ആരുമില്ല. ഇതിപ്പോൾ തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകും. ഞാൻ ഓടിപ്പിടിച്ച് വന്ന് തിരിച്ച് നമ്മുടെ മെട്രോയിൽ കയറിയിട്ടുണ്ട്. തിരിച്ച് വന്ന വഴിക്ക് പോവാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ പോകുന്നത് ഈ ഒരു ഭാഗത്ത്. ആരുമില്ല. 3-4 ആൾക്കാരേ ഉള്ളൂ. വരുമ്പോൾ അതേപോലെ തന്നെ ആരുമില്ല. 3-4 ആൾക്കാരേ ഉള്ളൂ. ഇതൊന്നും അധികം ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഗതി ഇട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ CDE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് മേലോട്ട് പോയിട്ട് ഈ ഒരു ട്രാമ എന്താ പറയുക ഇതെടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ഈ ഖത്തർ എയർപോർട്ടിനകത്തുള്ള ഫോറസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ തിരിച്ചിതാ പോകുന്നു ഇപ്പോൾ തിരിച്ച് പോകുന്ന വയ്ക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഖത്തർ ഡ്യൂട്ടി ഫ്രീ, പെർഫ്യൂം, കസ്റ്റംസ്, പിന്നെ അവിടെ ഒരു ടോയ്സ് സെക്ഷൻ ഉണ്ട്. അതായത് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ കിഡ്സിനുള്ളത്. ഇതിനകത്ത് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 75% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ അഡിഡാസിൻ്റെ ഷോറൂമിൽ സെയിൽ നടക്കുന്നുണ്ട്. പ്രൈസിൻ്റെ കാര്യം ഞാൻ നോക്കുന്നില്ല, കാരണം സമയമില്ല. നേരെ നടക്കാം. നമ്മുടെ A9 ലക്ഷ്യമാക്കിയിട്ട് A3 to A11 സ്ട്രൈറ്റ്. ഞാൻ ആകെ കരുതിയിരിക്കുന്നത് ഒറ്റൊരു ഷോൾഡർ ബാഗ് മാത്രമാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, കാരണം ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 9-10 ദിവസത്തെ ഡ്രസ്സ്, അതായത് 3 സെറ്റ് ട്രാക്ക് പാൻറ്റ്, അതുപോലെ തന്നെ 4 ടീഷർട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ചെറിയൊരു വെയിറ്റ് ഉണ്ട്. അത് വിട്ടിട്ടാണ് പോകുന്നത്. വേറെ കയ്യിൽ ലഗേജോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗേജ് മാത്രം. അതുമായിട്ട് നേരെ പോവാണ്. ബോർഡിംഗ് പാസ്, 2 ബോർഡിംഗ് പാസും എനിക്കിപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് ദോഹ ടു ബഹ്റൈനും പിന്നെ നാളെ പോകുന്ന ബഹ്റൈൻ ടു ഖൈറോൻ്റെയും ബോർഡിംഗ് പാസ് ഇപ്പം തന്നെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. 2ലും ഞാൻ വിൻഡോ സീറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആകെ ഇവിടുന്ന് ബഹ്റൈനിലേക്ക് 50 മിനിറ്റ് അല്ലെങ്കിൽ 3/4 മണിക്കൂറത്തെ ഓട്ടേ ഉള്ളൂ. പിന്നെ ബഹ്റൈനിന് ഈജിപ്തിലോട്ട് കൈറോയിലോട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവൽ ജേണിയാണ്. ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് കയറി തോന്നുന്നു. ഏകദേശം കാലിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പാസഞ്ചർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കയറുന്നത്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി സീറ്റ് നമുക്കുണ്ട്. കയറിയിരിക്കാൻ മാത്രമേ ഉള്ളൂ. ബോർഡിംഗ് പാസ്സൊക്കെ ചെക്ക് ചെയ്ത് കൗണ്ടറിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഫ്ലൈറ്റിലോട്ട് പോകാനുള്ള ലൈനാണ് കാണുന്നത്. ആൾക്കാരൊക്കെ ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ലൈനിൽ നിൽക്കുന്ന ആവശ്യമില്ലല്ലോ. അവർ കയറട്ടെ. ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാനികളാണ് കൂടുതലായിട്ടുള്ളത്. കണക്ഷൻ ഫ്ലൈറ്റ് ബഹ്റൈന് പോയിട്ട് അവിടെ നിന്ന് നേരെ പാകിസ്ഥാനിൽ പോകാനുള്ള പാകിസ്ഥാനികളാണ് കൂടുതലുള്ളത്. സീറ്റ് നമ്പറാണ് കൊടുത്തിരുന്നത് 16F, അതായത് ദോഹ ടു ബഹ്റൈന്. അതേപോലെ തന്നെ ബഹ്റൈനിൽ ഇവിടത്തേക്ക് പോകുമ്പം 21A, അതായത് ലെഫ്റ്റ് സൈഡിലെ വിൻഡോ സീറ്റും ഇത് റൈറ്റ് സൈഡിലെ വിൻഡോ സീറ്റും. F എന്ന് പറയുമ്പോൾ അതായത് Aയും Fും ആയിരിക്കും എപ്പോഴും വിൻഡോ സീറ്റ് വരാം. A സ്റ്റാർട്ടിങ് വരുന്നത് A-B-C, A വിൻഡോ, B നടുക്ക്, C എന്ന് പറയുന്നത് നമ്മുടെ ക്രൂ ഒക്കെ നടക്കുന്ന സ്ഥലം, D അതേപോലെ തന്നെ നടക്കുന്ന സ്ഥലം, വീണ്ടും E വരും. നമ്മുടെ ABCD ആൽഫബറ്റിക്കലി ഈ സീറ്റിൻ്റെ നടുക്ക് സ്ഥലം, F വീണ്ടും വിൻഡോ സീറ്റ്. രണ്ടാമത്തെ ഫ്ലൈറ്റ്, അതായത് നാളത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാളെ 25-ാം തീയതി 16:45 ഡിപ്പാച്ചർ ബഹ്റൈനിൽ വെച്ചിട്ട് കൈറോയിലേക്ക്. അതായത് 4:45 5 മണിക്കേക്ക് നമ്മുടെ ഡിപ്പാച്ചർ. അപ്പോൾ ഏകദേശം 2 മണിക്കേക്ക് ബഹ്റൈൻ എയർപോർട്ടിലെത്തണം, 3 മണിക്കൂർ മുമ്പായിട്ട്. അപ്പോൾ 2 മണി വരെ എനിക്ക് നാളെ ഫ്രീ ആണ് ഞാൻ. അതായത് ഇന്ന് രാത്രി 11:30 മുതൽ നാളെ ഉച്ച 2 മണി വരെ ബഹ്റൈനിലുണ്ടാവും. ഇവിടെ ഗൾഫ് എയറിലെ ഫ്ലൈറ്റിലോട്ട് എയറോ ബ്രിഡ്ജ് വഴി പോവുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഫ്ലൈറ്റിൻ്റെ തൊട്ട് മുമ്പിലെത്തി. ചെറിയൊരു തിരക്കുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഫ്ലൈറ്റും എനിക്കൊന്നും ചെറിയ രീതിയിൽ സ്നാക്സ് ഉണ്ടാവും, കാരണം ഗൾഫ് എയർ ആണല്ലോ. എന്തെങ്കിലും ചെറിയ രീതിയിൽ, ഈവൻ അരമണിക്കൂറത്തെ ഫ്ലൈറ്റ് ആയാൽ പോലും ചെറിയ രീതിയിൽ ഒരു വെള്ളവും ചെറിയൊരു കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം 3/4 മണിക്കൂർ കൊണ്ട് നേരെ നമ്മൾ ബഹ്റൈനിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് മനാമിലാണ് തോന്നുന്നു, അവിടെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ റിലേറ്റീവ് വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആണെങ്കിൽ ചിലപ്പം പുള്ളി കിടന്നുറങ്ങും. പിന്നെ നമ്മൾ ഊബർ വിളിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. കയറി ഉടനെ കാണുന്നത് ബിസിനസ് ക്ലാസ്സാണ്. പക്ഷേ ആരുമില്ല ബിസിനസ് ക്ലാസ്സിൽ. നേരെ എക്കോണമിയാണ് എല്ലാ പാസഞ്ചേഴ്സും, ഞാൻ ഉൾപ്പെടെ നേരെ അങ്ങോട്ടേക്ക് പോകാം. 16F നമ്മുടെ വിൻഡോ സീറ്റ്, അതും എമർജൻസി എക്സിറ്റ്. അപ്പോൾ നമ്മുടെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്തൊക്കെ നമ്മുടെ പച്ചകളാണുള്ളത്. എന്താ പറയുന്നത്, നമ്മുടെ അയൽവാസി രാജ്യങ്ങളെ ഒരുപാട് പച്ചകളാണല്ലോ ഫ്ലൈറ്റുള്ളത്. തൊട്ടടുത്തൊക്കെ നമ്മുടെ പച്ചകളാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ
യാത്ര പോവാണ് നേരെ ബഹ്റൈനിലേക്ക്. ഫ്ലൈറ്റിൽ നമ്മുടെ മലയാളം മൂവിയൊക്കെ ഉണ്ട്, ഹിന്ദി പഠാനുണ്ട്, 2018 ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് സ്ക്രീനിൽ കാണാൻ. ഹായ്, നമ്മൾ എമർജൻസി സീറ്റിലിരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കൊരു ബ്രീഫിംഗ് ആയിരുന്നു എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് കേസ് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എമർജൻസി സീറ്റിൽ ഒരിക്കലും ഫാമിലി കിഡ്സിനൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ ഒരു പാർട്ടിൽ നമുക്കെപ്പോഴും ഇത്രയും ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്ന വെച്ചാൽ ഇറങ്ങി ഓടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ബ്രീഫിംഗ് ആണ്. അതെല്ലാ ഫ്ലൈറ്റിലും എല്ലാവരും നോർമലായിട്ട് പ്രോട്ടോക്കോളാണ്. അത് എമർജൻസി എക്സിറ്റബിളും ഫ്രീ ആയിട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് എനിക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പക്ഷേ ലെഗ് സ്പേസ് ഉണ്ടാവും. ആ ഒരു അഡ്വാൻറ്റേജ് മാത്രം. ഖത്തർ ചെറിയ രാജ്യമെന്ന് എല്ലാവരും പറയും. ഖത്തറിനെക്കാട്ടി എത്രയോ ചെറുതാണ് ബഹ്റൈൻ. നമ്മളിവിടെ ദോഹ, ഇവിടെയാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. ഇവിടെ നിന്ന് നേരെ ബഹ്റൈൻ്റെ വലിയൊരു ഭാഗത്ത് മനാമയിലേക്ക് ചെറിയ ഒരു ബഹ്റൈൻ. എന്തെങ്കിലും കുറിക്കാനുണ്ടാവും. അതേപോലെ തന്നെ 3/4 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിന് ഗൾഫ് എയറിൻ്റെ ചെറിയൊരു സ്നാക്സ് ക്രാക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു പാക്കറ്റ്, പിന്നെ വെള്ളവും തരും. ഇതൊക്കെയാണ് സാധാരണ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് തരാറുള്ളത്. പക്ഷേ ഇപ്പം തന്നെ തുടക്കത്തിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ക്രൂസിന് വെറുതെ ഇരിക്കാമല്ലോ, ഒന്ന് പണിയില്ലല്ലോ ലാൻഡിങ് വരെ. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ സ്നാക്സ് ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്, കാരണം ഇത് മാത്രമേ ഉണ്ടാവുമെന്ന് തോന്നുള്ളൂ. ബിസ്ക്കറ്റ്സാണ്, നട്ട്സ് അല്ല. ചെറിയ ചെറിയ ബിസ്ക്കറ്റ്സ്, ഉപ്പ് ബിസ്ക്കറ്റ് പോലത്തെ അത്തരത്തിൽ ബിസ്ക്കറ്റാണ് തന്നിരിക്കുന്നത്. ഒരു വെള്ളത്തിൻ്റെ ഇതും കിട്ടിയിട്ടുണ്ട്, 100 ml ഒരു വെള്ളം, തണുത്ത ചിൽഡായിട്ടുള്ള വെള്ളവും കിട്ടിയിട്ടുണ്ട്. വെള്ളവും ബിസ്ക്കറ്റൊക്കെ തണുപ്പിച്ചിട്ടുള്ളത്. ഇത് 2 ഐറ്റംസാണ് നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഇതിന് മുമ്പായിട്ട് തന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് വെറും 3/4 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്സെറ്റ് നേടണമെന്ന് തന്നിട്ടില്ല. പിന്നെ ഇവിടെ ചെറിയ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഡിക്ലൈൻ ചെയ്യാമല്ലോ. ഈ സീറ്റ് ഡിക്ലൈൻ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സീറ്റ് ഡിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ലാസ്റ്റ് റോയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഡിക്ലൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇത് ഫുഡിൻ്റെ ട്രേ വരുന്ന സാധനം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ നീട്ടി വെക്കണം കൈ, ഈ ഒരു ഭാഗത്തില്ല. ഓക്കെ, പിന്നെ ഹെഡ്സെറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് സൗണ്ടില്ല, പടങ്ങൾ കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇരിക്കുക പോവുക, അത്രയാണ്. ഞാൻ 10:20 ഫ്ലൈറ്റ് ഫുൾ ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പം തുടങ്ങും. നമ്മുടെ ഇവിടെ അതിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ തുടങ്ങി. ഗൾഫ് എയറിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീനിൽ തെളിയാൻ തുടങ്ങി. കറക്റ്റ് 10:30 തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അതെ, ഫ്ലൈറ്റ് ഫുള്ള് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഓൺ ടൈമാണ് ഫ്ലൈറ്റ്. ഇവിടെ ഫ്ലൈറ്റ് ഇപ്പോൾ പുറകോട്ട് പോവാണ്. ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഇല്ല. സാധാരണ ഫ്ലൈറ്റ് പുറകോട്ട് പോകുന്നത് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലെ ടയറിന് മുകളിൽ ഒരു ചെറിയൊരു ട്രക്ക് പോലത്തെ സാധനം വന്ന് ഘടിപ്പിച്ചിട്ട് അതാണ് പുഷ് ചെയ്യുന്നത് ഫ്ലൈറ്റിനെ. അങ്ങനെ പുഷ് ചെയ്തിട്ടാണ് പുറകോട്ടാക്കി ആക്കുന്നത്. പുറകോട്ടാക്കിയിട്ട് റൺവേയുടെ അടുത്തേക്ക് അവിടെ വരെ എത്തിച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷം നേരെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അത് റൺവേയിലോട്ട് പോകും. അങ്ങനെയാണ് ഫ്ലൈറ്റിന് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് പുറകോട്ട് പോവാണ്. അതിനുശേഷം അവിടെ ഒരു ശ്രീലങ്കൻ എയർലൈൻസ് കിടക്കുന്നുണ്ട്. അത് പോയതിന് ശേഷമായിരിക്കും മിക്കവാറും നമ്മളെ ഫ്ലൈറ്റ് പോകാമെന്ന് വിചാരിക്കുന്നത്. ഫ്ലൈറ്റ് റൺവേയിൽ കയറി ഇതാ ഇപ്പം ടേക്ക് ഓഫ് ചെയ്യും. അതായത് നല്ല ത്രോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഫ്ലൈറ്റ്. ചെറിയ കടയാൻ തുടങ്ങി, ഫ്ലൈറ്റ് ഒന്നാൻ തുടങ്ങി തോന്നുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ആകാശ കാഴ്ചകൾ ഖത്തറിനെ കാണാം. നല്ല ചെളി പിടിച്ച ഗ്ലാസ്സാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുമെന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി ഉടനെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ഉള്ളിലുള്ള ഭാഗത്തുള്ള ഈ ഒരു കണ്ണാടി മിറർ പോലെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് മര്യാദയ്ക്ക് വീഡിയോ കിട്ടുമെന്നറിയില്ല. കുറച്ച് ഖത്തറിൻ്റെ കാഴ്ചകൾ കാണാം. ഒരു അരമണിക്കൂർ കൊണ്ട് ബഹ്റൈനിലെ കുറച്ച് കാഴ്ചകൾ കാണാം. നേരെ ബഹ്റൈനിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം.
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഇതുവരെ സീറ്റ് ബെൽറ്റിൻ്റെ സൈനൊന്നും ഊരിയിട്ടില്ല, ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഫസ്റ്റ് തന്നെ സേവ് ചെയ്തത്. കാരണം ചെറിയൊരു ജേണിയാണല്ലോ. പിന്നെ ബഹ്റൈൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാനും തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാനും തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അരമണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷേ ഫ്ലൈറ്റ് ഇങ്ങനെ പോയി ചുറ്റി വളഞ്ഞ് യൂട്ടേൺ അടിച്ചിട്ടാണ് ഇവിടെ എയർപോർട്ടിലോട്ട് പോകുന്നത്. ബഹ്റൈനിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. താണ് ഉറക്കാണ്. ഏത് നിമിഷവും നമ്മൾ ബഹ്റൈനിൽ ലാൻഡ് ചെയ്യും. 11:20 ടൈം കാണിച്ചത്. 11:05 നമ്മൾ ബഹ്റൈനിൽ ലാൻഡ് ചെയ്ത് ടയർ ടച്ച് ചെയ്തോ ഇല്ല, ഇപ്പം ടച്ച് ചെയ്യും. ഏതാനും നിമിഷങ്ങൾക്ക് ടയർ ടച്ച് ചെയ്യും. ഫോൺ ഔട്ട് ചെയ്തിട്ട് അത് ടച്ച് ചെയ്യും. ബ്രേക്ക് എവിടെ അങ്ങനെ ലാൻഡ് ചെയ്തു ബഹ്റൈനിൽ 11:05. ഇനി പെട്ടെന്ന് എമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിയുന്നിരിക്കുന്നത്. കാരണം ഓൺ അറൈവലായിട്ടാണ് ഞാൻ വരുന്നത്. വിസയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഖത്തർ ID വെച്ചിട്ട് പ്രൊഫഷൻ നോക്കിയിട്ട് അവർ വിസ തരുമെന്ന് വിചാരിക്കണം. പോയിട്ട് കാണാം എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ഫ്ലൈറ്റ് നിറയെ പച്ചകളാണ്. ഞാൻ പറഞ്ഞില്ല, പാകിസ്ഥാനിലോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ഇതുവരെ കാണാത്തൊരു ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ ആൾക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. ഇത് ഇതുവരെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും എഴുന്നേറ്റിട്ടില്ല. ഫ്ലൈറ്റ് നിർത്തി എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒരാൾ പോലും എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ, നാട്ടിലെ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ മലയാളികളാണെങ്കിൽ ഉടനെ ഓടി എണീക്കും. ചിലപ്പോൾ ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, ഫ്ലൈറ്റ് നിർത്തിയോ ഇല്ലയോ എന്ന് അറിവില്ലായ്മ കൊണ്ടായിരിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എണീക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഒറ്റ മനുഷ്യക്കുട്ടി എണീറ്റില്ല, എല്ലാവരും ഇരുന്നിട്ടുള്ളത്. ഞാനൊഴികെ ഒരാളും എണീറ്റില്ല. ഞാൻ എണീറ്റിട്ട് ബാഗ് എടുത്തിട്ട് കാരണം എന്നെ പിക്ക് ചെയ്യാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പം ഞാനധികം വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ല, അയാളെ ഡ്യൂട്ടിയുള്ളതാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് ബാഗൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യക്കുട്ടി പോലും എഴുന്നേറ്റില്ല, എല്ലാം സീറ്റിലിരിക്കുകയാണ്. നമ്മുടെ ബിസിനസ് ക്ലാസ് ഇങ്ങനെയുണ്ട്. ഗൾഫിൻ്റെ ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിതാ തിരിച്ച് പോകണം. താങ്ക് യു. ഇതേ നമ്മളെത്തി. എയറോ ബ്രിഡ്ജ് വഴി നമ്മളിതാ ബഹ്റൈൻ എമിഗ്രേഷനിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബഹ്റൈനിലെത്തിയിട്ട് ഞാൻ സിം കാർഡ് എടുക്കുന്നില്ല. അപ്പോൾ ബഹ്റൈനിലെ എയർപോർട്ടിലെ ഇൻ്റർനെറ്റ് വെച്ചിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ അറിയിക്കണം ഇങ്ങനെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആദ്യം കണക്ട് ചെയ്യട്ടെ. നാളെ നേരെ ഇവിടെ നിന്ന് ഉച്ചക്കാണ് ഫ്ലൈറ്റ്. ഈജിപ്തിലെത്തിയിട്ട് അവിടെ നിന്ന് സിം കാർഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ഉള്ളിലോട്ട് അങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എമിഗ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് കാണിക്കാത്തത്. ഏതായാലും ഈ ഒരു ഭാഗത്ത് എമിഗ്രേഷനാണ്, അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ബഹ്റൈനിലെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. വിസ അടിച്ചു. 14 ദിവസത്തെ വിസയാണ് കിട്ടുന്നത്. ഓൺ അറൈവലായിട്ട് വന്നത്. നമ്മുടെ പ്രൊഫഷൻ നോക്കുന്നുണ്ട്. പ്രൊഫഷൻ നോക്കിയിട്ടാണ് 14 ദിവസത്തെ വിസ കിട്ടിയത്. 5 ബഹ്റൈനി ദിനാറാണ്. 5 ബഹ്റൈനി ദിനാർ, ഏകദേശം 50 റിയാലോളം നമ്മൾ ഖത്തർ റിയാൽ ഫീഡ്. 14 ദിവസത്തെ വിസ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 1 നൈറ്റ് മാത്രമാണ്. പിറ്റേന്ന് വൈകിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും ബഹ്റൈനിൽ നമ്മൾ ഇറങ്ങി എയർപോർട്ടാണ്. പുറത്ത് ആൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോട്ടെ. അങ്ങനെ ബഹ്റൈൻ്റെ പുറത്ത് എക്സിറ്റിലോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ഖത്തർ എയർപോർട്ട് പോലെ നല്ല ചെറിയ എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാരൊക്കെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ട്. തിരക്കൊന്നുമില്ല. നമുക്ക് റെൻ്റേ കാറ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും, വണ്ടിയും കാര്യങ്ങളൊക്കെ. വെൽക്കം ടു ബഹ്റൈൻ. 100 GB സിം കാർഡൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മൾ വന്ന ആളടുത്തേക്ക് പോവാണ്. അൽബേക്കിൻ്റെ ഒരു ഷോപ്പുണ്ടല്ലോ അവിടെ, നമ്മുടെ സൗദി അൽബേക്ക്. അപ്പോൾ നമ്മുടെ ഖത്തർ ടു ബഹ്റൈൻ ട്രിപ്പാണ് ഇപ്പോൾ കണ്ടത്. വെൽക്കം ടു ബഹ്റൈൻ. ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പറഞ്ഞത് നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന നമ്മുടെ പറഞ്ഞത് ഗേറ്റ് നമ്പർ പറയാണ്. ഗേറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ മെസ്സേജ് അയക്കട്ടെ. അവിടെ പുറത്ത് കാണാൻ നമ്പർ ഗേറ്റ് നമ്പർ 2. അപ്പോൾ നമ്മുടെ ബഹ്റൈൻ്റെ പുറത്തെത്തി. ഗേറ്റ് നമ്പർ 2-ൽ ഇനി നമ്മുടെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബഹ്റൈൻ. വെൽക്കം ടു ബഹ്റൈൻ. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താലോ, സെൽഫി. ബഹ്റൈനിലോട്ട് ഇതിനു മുമ്പ് നമ്മൾ ഖത്തറിന്ന് സൗദി വഴി റോഡ് മാർഗം വന്നിട്ടുണ്ട്. ഇതിപ്പം ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ മലയാളികൾക്ക് റിലേറ്റീവ്സൊക്കെ ബഹ്റൈനിൻ്റെ ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. പ്രൊഫഷൻ നോക്കുന്നുണ്ട്. പ്രൊഫഷൻ നോക്കിയിട്ടാണ് എന്നെ അയച്ചത്. അപ്പോൾ നല്ല പ്രൊഫഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പുറത്തേക്ക് വിടും. 5 ബഹ്റൈനി ദിനാറാണ്. അത് ഏകദേശം 50 റിയാലിൻ്റെ ഈക്വലാണ്. 14 ദിവസത്തെ വിസ കിട്ടും. ജസ്റ്റ് ടിക്കറ്റ് എടുക്കുക, നേരെ കയറി വരിക, ബഹ്റൈനിലേക്ക് ഇറങ്ങാം.
പിന്നെ ഇനി നാളെയാണ് എടുത്ത ഫ്ലൈറ്റ്. നേരെ ഹോട്ടലിലൂടെ ബുക്ക് ചെയ്തിട്ട് ആ ഹോട്ടലിലേക്ക് പോകും. നേരെ ഹോട്ടൽ റൂമും കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ, അതായത് ദോഹ ടു ബഹ്റൈൻ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കാം. നാളത്തെ കാര്യം വെച്ചാൽ ബഹ്റൈൻ ടു ഈജിപ്തിലേക്ക്, കൈറോയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഹോട്ടലും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് ചെയ്യാം. നാളെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോകാണ്ട്. ഇവിടുന്ന് ഏകദേശം എത്ര മിനിറ്റ് ഉണ്ടാവും ഹോട്ടലിൽ? 10-5 മിനിറ്റ്. ആകെ ബഹ്റൈൻ ഇത്രയേ ഉള്ളൂ. കോഴിമുട്ട പ്രശ്നമില്ല, എവിടെ പോയാലും എത്തിപ്പെടും. നടന്നിട്ട് പോകാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും ഹോട്ടലിൽ പോയിട്ട് ഹോട്ടൽ വിശേഷം നമുക്ക് കാണാം. കാണിച്ചുതരാം. റൂം ടൂർ ബഹ്റൈൻ്റെ. അയ്യോ, ലോക്കായി പോയോ? റൂം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് റൂം ലോക്കായി പോയി. താഴെപ്പോയിട്ട് റിസപ്ഷനിൽ വീട് ഗാർഡ് വാങ്ങിച്ചിട്ടാണ്. ഈ ഗാർഡ് വെച്ചിട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതായാലും ക്യാമറ ബാക്കോട്ടൊക്കെ കാണിക്കാം. ചെറിയ റൂമാണ്, ഒറ്റ രാത്രിയൊക്കെയുള്ള എടുത്ത റൂമാണ്. അപ്പോൾ ബഹ്റൈനിലെ റൂമും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ താമസിക്കുന്ന റൂം. ഈ ഡോറ് ഞാൻ പുറത്തിറങ്ങുന്നില്ല. ഇത് തുറന്ന് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് റൂം. ഓക്കെ, 9ാമത്തെ നിലയിലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഈ റൂമിൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്ത് 155-60 റിയാൽ ആ റേഞ്ചിലാണ് കണ്ടത്. പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവസാനം പേ ചെയ്യുന്ന സമയത്തേക്ക് 200 റിയാൽ കട്ട് ചെയ്ത്. അപ്പോൾ 200 റിയാലിൻ്റെ റൂമാണ്. എന്തെങ്കിലും ആട്ടെ, ഏതായാലും 1 നൈറ്റ് സ്റ്റേ അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ 200 റിയാലിൻ്റെ ബഹ്റൈനിലെ റൂം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ ബൈ.